മലയാളത്തിൻ്റെ സാക്ഷാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി സാറിൻ്റെ മകൻ ദുൽഖർ സൽമാൻ എന്ന ലക്കി ഭാസ്കർ നമ്മുടെ ഫോണിലേക്ക് വിളിച്ച വിവരം നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കോൾ വന്നപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം, ആ സന്തോഷമാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ആ സന്തോഷത്തിൻ്റെ ആ ഒരു തീവ്രത പറയാതിരിക്കാൻ വയ്യ. നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, നിലമ്പൂർ ശ്യാം സുന്ദർ. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു വലിയൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ. കാരണം മനസ്സിലുള്ള ആ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അതുകൊണ്ട് നിങ്ങളുമായിട്ട് അത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ലക്കി ഭാസ്കർ ആരാണെന്നറിയില്ലേ? നമ്മുടെ യഥാർത്ഥ പത്മശ്രീ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ. അദ്ദേഹം നമ്മളെ വിളിച്ചൊരു ദിവസമാണ് ഇന്ന്. കാരണം ഞങ്ങൾ മമ്മൂട്ടി സാറിനെ കുറിച്ച് ഒരു നല്ലൊരു ഗംഭീരമായൊരു ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ലക്കി ഭാസ്കർ നമ്മളെ വിളിച്ചിരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് നമുക്കൊരു 10,001 രൂപയാണ് അദ്ദേഹം നമ്മൾക്ക് ഡൊണേറ്റ് ചെയ്തത്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാൻ, പാവപ്പെട്ട ആളുകൾക്ക്, നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള വരുന്ന സാധുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനാണ് ദുൽഖർ നമ്മളെ വിളിച്ച് ഈ കാശ് തന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം, നമ്മുടെ 30ാമത്തെ വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി അദ്ദേഹം നമ്മൾക്കൊരു സന്ദേശം അയച്ചിട്ടുണ്ട്. ഈ വിവരം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം പത്മശ്രീ മമ്മൂട്ടി സാറിൻ്റെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുറച്ച് നിമിഷങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തത് 1,00,000 ആളുകളാണ് നമ്മളെ ഫോളോ ചെയ്തത് അല്ലെങ്കിൽ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഷെയർ പോലെ, ആ ഷെയർ കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ടായി. നമ്മുടെ ട്രസ്റ്റിന് നമ്മൾക്ക് മന്ത്ലി നമുക്ക് ചെറിയൊരു സംഖ്യ യൂട്യൂബിൽ നിന്ന് വരുന്ന വിവരം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഈ കിട്ടുന്ന ചെറിയ സംഖ്യകളാണ് നമ്മൾ സത്യത്തിൽ പാവപ്പെട്ട ആളുകളുടെ ഭക്ഷണ കാര്യത്തിനും, അതുപോലെ തന്നെ ഇവിടെ വരുന്ന ചികിത്സ വരുന്ന രോഗികളായ പാവപ്പെട്ട ആളുകൾക്കൊക്കെ നമ്മൾ ചെറിയ സഹായങ്ങൾ ചെയ്തത് ഇതുപോലുള്ള സംഖ്യകൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ദുൽഖർ സൽമാൻ്റെ ഈ ഒരു 10,000 രൂപ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു സംഖ്യയാണ്. അത് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സന്തോഷം അറിയിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടി നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ ഇന്ന് പുഷ്പാഞ്ജലി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിയമുള്ള ആളുകളെ, നമ്മുടെ ഈ ദുൽഖർ സൽമാനാവട്ടെ അല്ലെങ്കിൽ ശ്രീ പത്മശ്രീ മമ്മൂട്ടിയാവട്ടെ, ചാരിറ്റിയുടെ കാര്യത്തിൽ അവർ ഒരു പിശുക്കും കാണിക്കാറില്ല. നമ്മുടെ ഈ ഒരു നിലമ്പൂർ സ്നേഹാലയം മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഈ പത്മശ്രീ മമ്മൂട്ടി എന്ന് പറയുന്ന ആ മഹാനടൻ, അദ്ദേഹം പാവപ്പെട്ട ആളുകളുടെ ചികിത്സയ്ക്കും അതുപോലെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഒരുപാട് പണം അദ്ദേഹം ചിലവാക്കുന്നത് എല്ലാവർക്കും അറിയാം. മറ്റുള്ള ആളുകളെ പോലെ അത് ചെയ്യുന്നതെല്ലാം തന്നെ യൂട്യൂബിലിട്ടിട്ടോ അല്ലെങ്കിൽ പരസ്യപ്പെടുത്തിയിട്ടോ അല്ല ശ്രീ മമ്മൂട്ടി സാറ് ഇത് ചെയ്യുന്നത്. നമ്മുടെ സ്നേഹാലയം ട്രസ്റ്റിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പലതവണ അവിടുന്ന് നമ്മൾക്ക് സഹായം തന്നിട്ടുള്ള വിവരം ഞാൻ മുമ്പ് നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സാക്ഷാൽ നമ്മുടെ ലക്കി ഭാസ്കർ നമ്മുടെ നിലമ്പൂർ സ്നേഹാലയം സന്ദർശിക്കും എന്നൊരു വാർത്ത നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വൈകാതെ തന്നെ ശ്രീ ദുൽഖർ സൽമാൻ നമ്മുടെ നിലമ്പൂർ സ്നേഹാലയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ആ ചാരിറ്റി പ്രവർത്തനത്തിൽ പങ്കാളിയാകുവാനും അദ്ദേഹത്തിൻ്റെ വക നമ്മുടെ ക്ഷേത്ര നിർമ്മാണത്തിന് ചെറിയൊരു സഹായം ചെയ്യാനും അദ്ദേഹം വരുന്നുണ്ട്. ഈ വിവരം അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി അജിത്താണ് നമ്മളോട് ഈ വിവരം പറഞ്ഞത്, വരുന്ന കാര്യം. അദ്ദേഹത്തിൻ്റെ ആ ഫോണിൽ തന്നെയാണ് ദുൽഖർ സൽമാൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചതും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സന്തോഷം പറയാതിരിക്കാൻ വയ്യ. കാരണം ഇതൊക്കെ സാധാരണക്കാരനായ നമ്മളെപ്പോലുള്ള എളിയ ചാരിറ്റി പ്രവർത്തകർക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്ക്, എഴുത്തുകാരന് നമ്മൾക്ക് ഇതൊരു അംഗീകാരം തന്നെയാണ്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും വന്ന് നമ്മൾക്ക് എന്തൊക്കെയോ നന്മകൾ ചെയ്യാനുള്ള ഒരു താല്പര്യവും അല്ലെങ്കിൽ അതിന് പ്രചോദനവും തന്നിട്ടുള്ള ഒട്ടനവധി മഹാരഥന്മാർ നമ്മുടെ നിലമ്പൂർ സ്നേഹാലയത്തിലുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ നാഗൻ ഫോറസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സഹായം നമ്മൾക്ക് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ബഹുമാനപ്പെട്ട ശ്രീ നാഗൻ ഫോറസ്റ്റർ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ കരുതൽ കൊണ്ട് അഡ്വക്കേറ്റ് നമ്മുടെ നീതിയിലുള്ള ശ്രീ ശ്രീധരൻ നായർ അവരുടെ അടുത്തേക്കാണ് ആദ്യമായിട്ട്
ശ്രീ ഡ്രാഗൺ ഫോറസ്റ്റർ എന്നെ കൊണ്ടുപോയത്. അപ്പോൾ ഇദ്ദേഹം അങ്ങനെയാണ് നമ്മുടെ ഫാൻറ്റം പൈലി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇടയിൽ എൻ്റെ ഒരു പുസ്തകം ഉമ്മുക്കുലിസു എന്ന എൻ്റെ ഷോർട്ട് സ്റ്റോറീസ് പ്രകാശനം ചെയ്തതും. ഈ പുസ്തകം ആണ് അദ്ദേഹം സെറ്റിൽ വെച്ചിട്ട് ശ്രീ ഇന്നസെൻറ്റിന് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പ്രകാശനം ചെയ്തത്. ഇന്നസെൻറ്റും മനോജ് കെ ജയനും ഷമ്മി തിലകനും അടങ്ങുന്ന ഒരു വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ ശ്രീ പത്മശ്രീ മമ്മൂട്ടി സാറിൻ്റെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്കും ഭക്ഷണം വിളമ്പി തരികയൊക്കെ ചെയ്ത ഒരു അനുഭവമാണ് എനിക്ക് നിങ്ങളോട് അന്ന് ഞാൻ പറഞ്ഞത് മുൻ വീഡിയോയിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനും നമ്മുടെ സ്നേഹാലയവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യ പ്രവർത്തനത്തിലൊക്കെ അദ്ദേഹം പങ്കാളിയാകാനും നമ്മുടെ ഈ ഒരു കൊച്ചു സ്നേഹാലയം സന്ദർശിക്കാനും താല്പര്യം കാണിച്ചത് എനിക്ക് വലിയൊരു അംഗീകാരവും അഭിമാനമായിട്ടാണ് തോന്നുന്നത്. ഈ വിവരം നിങ്ങളുടെ എല്ലാ സ്നേഹനിധികളുടെയും ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കൊച്ചു വീഡിയോ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആ സൽക്കർമ്മങ്ങൾക്കും നന്മകൾക്കും ഒക്കെ തന്നെ എല്ലാവിധ സഹായങ്ങളും സഹകരണവും നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം ഉണ്ടാവണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നിലമ്പൂർ സ്നേഹാലയ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ വിനീതമായ നമസ്കാരം.